നമുക്കൊരു ഓട്ടോ അടിച്ച് പോവാം. നമുക്ക് ബൈക്കിൽ പോവാം. ബൈക്ക് വർക്ക്ഷോപ്പിലാണോ മക്കളെ? പിന്നെ നമുക്ക് നടന്നു വെച്ചാൽ 2-3 കിലോമീറ്റർ ഉള്ളതല്ലേ? സാരമില്ല, നമുക്ക് നടന്നു പോവാം. ബാഗ് അങ്ങ് അഴുക്കായില്ലേ, നമുക്ക് പുതിയത് വാങ്ങിക്കാം കേട്ടാ. ഇപ്പം വേണ്ട, 4 എനിക്ക് പുതിയ ബാഗ്. ഇതൊന്നും ബാഗ് എന്താ നനഞ്ഞിരിക്കുന്ന? ഒന്നേ അത് ബാഗ് നനഞ്ഞെങ്ങനെ? അതെൻ്റെ കുപ്പിയുടെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് പൊട്ടിയായിരുന്നു അച്ഛൻ, അതുകൊണ്ടാണ് വെള്ളം ലീക്കാവുന്നത്. പൊട്ടിങ്ങി പറയണ്ടേ? നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേ പുതിയൊരെണ്ണം വാങ്ങിക്കാം കേട്ടോ. കണ്ടച്ച ബാഗ് നമുക്ക് പിന്നെ വാങ്ങാം. അതെന്ത് പറ്റി? ഇപ്പം എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ടെന്ന് പറയുന്നു. അതച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട്. നാട്ടിൽ വന്നിട്ട് കുറേ നാളായില്ലേ, കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല, കുറേ കടമായി, വീട് വെപ്പിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ അപ്പോഴാണ് വൈഫിന് സുഖമില്ലാതായത്. പിന്നെ മോളെ പഠിത്തം എല്ലാം കൂടെ ആയപ്പം കയ്യിൽ നിൽക്കുന്നില്ല. പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ? അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറയാതെ തന്നെ അച്ഛൻ എനിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങി തരില്ലായിരുന്നു. അച്ഛൻ ഗൾഫിൽ നിന്നപ്പോൾ എനിക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. അച്ഛൻ എന്നെ മനസ്സിലാക്കുന്ന പോലെ ഞാനും അച്ഛനെ മനസ്സിലാക്കണ്ടേ?